വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് വെറും 4 ചേരുവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഇത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അക്കാര്യം ആരും മറക്കരുത്. ഒരു 8 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് പാല്, അതായത് 1/2 ലിറ്റർ പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. നന്നായിട്ട് പാല് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ ക്രം കാരമലിൻ്റെ പാക്കറ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടൂലേ, അതിൻ്റെ അകത്ത് വരുന്ന പൗഡറുള്ള സാഷറ്റ് പൊട്ടിച്ചിട്ട് ഈ ചൂടുള്ള പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മധുരവും അതുപോലെ തന്നെ ഇത് സെറ്റാവാനുള്ളതൊക്കെ ഈ ഒരു സാഷറ്റിലുണ്ടാവും. ഇനി അഥവാ നിങ്ങൾക്ക് മധുരം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ മധുരം ഇട്ട് കൊടുക്കാറുണ്ട്. 2-3 സ്പൂണ് പഞ്ചസാര എക്സ്ട്രാ ഇടുന്നത് നന്നായിരിക്കും. അതല്ല നിങ്ങൾക്ക് കുറഞ്ഞ മധുരം മതി എന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബോയിൽ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബോയിൽ ആയാൽ മതി, 1-2 മിനിറ്റ് മാത്രം മതി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാൻ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് 2 വൈറ്റ് ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ക്രം കാരമലിൻ്റെ മിക്സ്ചറില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രെഡ് മേലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു ലെയറും ഉണ്ടാവും, ഈ ഒരു പുഡിങ്ങിൻ്റെ ലെയർ അതും ഉണ്ടാവും. ഈ ഒരു പുഡിങ് നിങ്ങൾ പാക്കറ്റിൽ കാണുന്ന അതേ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഓരോരോ കമ്പനിക്ക് ഓരോരോ രീതിയിലായിരിക്കും അളവ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്തിട്ട് നോക്കുക. ചൂട് തടഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ലെയർ. ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രീം കാരമലിൽ തന്നെ ഒരു കാരമലിൻ്റെ പാക്കറ്റ് വരില്ലേ, കാരമൽ സിറപ്പിൻ്റെ, അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരമൽ ഫ്ലേവർ നമ്മുടെ വിപ്പിംഗ് ക്രീമിനുണ്ടാവും. വിപ്പിംഗ് ക്രീം ഓൾറെഡി മധുരമുള്ള ക്രീമാണ്, അതുകൊണ്ട് ഞാൻ വേറെ മധുരമൊന്നും ഇട്ടിട്ടില്ല. ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞ സമയത്ത് നമ്മുടെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കയ്യിലൊന്നും ആവില്ല. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വിപ്ഡ് ക്രീമില്ലേ, അത് ഈ ഒരു പുഡിങ്ങിൻ്റെ മേലെ അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ലെവലാക്കിയിട്ട് എടുക്കാം. നേരത്തെ നമ്മൾ ആ കാരമൽ സാഷയിൽ ഉണ്ടായിരുന്നതിൽ പകുതി മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ബാക്കി പകുതി ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇനി പകരം നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സിറപ്പ് ഒഴിക്കേണ്ടത്. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അതല്ല ഒരു സ്പൂണിൻ്റെ അറ്റം കൊണ്ടോ ഇതേപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ വരും. ആദ്യം ഗ്യാപ്പ് ഇട്ടിട്ട് ഒരേ സൈഡിലേക്ക് ഇതേപോലെ ഓടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ പുഡിങ് റെഡിയാണ്. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ആരും മറക്കരുത്. തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാവുകയെന്നും കൂടെ നമുക്ക് നോക്കാം. ഇതിപ്പം തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലെയറായിട്ട് തന്നെയാണ് ഈ പുഡിങ് ഉള്ളത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് നല്ല ക്രീമി ആയിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു എഫക്റ്റും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതാ കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.